അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മൻ ലാ നബിയ്യ ബഅദഹ്. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 54-ാം അധ്യായം മക്കയിൽ അവതരിച്ച, സൂറത്തു താരിഖിന് ശേഷം അവതരിച്ച സൂറത്തുൽ ഖമർ, അൽ ഖമർ ദൃഷ്ടാന്തമാണ്. ഖമറിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത് നമുക്കറിയാം. ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ വല്ലതും കാണണം എന്ന വാശിയായിരുന്നു പലപ്പോഴും അഹങ്കാരികളായ, കിബാറുകളായ, മുതകബ്ബിരീങ്ങളായ, നിഷേധികളായ ആളുകൾക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് അള്ളാഹു വലിയ ഒരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഈ അധ്യായം തുടങ്ങുന്നത്. മാദിയായ അഥവാ ഭൂതകാല ക്രിയയിൽ തുടങ്ങുന്ന പദമാണ് ആദ്യത്തിൽ തന്നെ കാണുന്നത്. ഇഖ്തറബ എന്ന്, അടുത്തിരിക്കുന്നു എന്ന്. അന്ത്യദിനം അടുത്തിരിക്കുന്നു. ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പ്രവാചകന്റെ പ്രവാചകത്വത്തെയോ അതല്ലെങ്കിൽ അടയാളങ്ങൾ വേണമെന്ന് പറയുന്നവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനോ ഒക്കെയായി ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രന്റെ പിളർപ്പ് നടക്കുകയാണ്. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഒട്ടേറെ വിഷയങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അധ്യായത്തില്. ഒന്ന്, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസാർ നടത്തുകയാണ് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. രണ്ടാമതൊരു പ്രതിപാദനം നടക്കുന്നത്, മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾ അവരുടെ ദൂതന്മാരെ വ്യാജമാക്കുകയും കളവാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അദാബുദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ നേരിടേണ്ടി വന്ന ശിക്ഷകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും ഒരു ഖദർ അനുസരിച്ച് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അന്ത്യദിനം എന്നതും അതിൻ്റെ ഭാഗമാണ്. ഈ ദുനിയാവിന് ഒരന്ത്യമുണ്ട്, ഇഹലോക ജീവിതത്തിന് ഒരന്ത്യമുണ്ട്. ആ അന്ത്യം എത്തിക്കഴിഞ്ഞാൽ ഇല്ല കലംഹിൽ ബസർ എന്ന് പറയുന്നുണ്ട്. ഇമ വെട്ടുന്ന സമയം മതി പിന്നെ ഖിയാമത്തു നാളിന് എന്ന ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്ന ഭാഗം. ഖുർആൻ ഈ അധ്യായം അവസാനിക്കുന്നത് തർഗീബ് നടത്തിക്കൊണ്ടാണ്. ഈമാനും തഖ്വയുമുള്ള ആളുകൾ അവർ സ്വർഗലോകത്തായിരിക്കും എന്ന സന്തോഷ വാർത്ത നൽകിക്കൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ഏതായിരുന്നാലും മക്കയിൽ അവതരിച്ച 55 വചനങ്ങളുള്ള 54-ാമത്തെ അധ്യായം 27-ാമത്തെ ജുസ്ഇൽ നമുക്ക് ഈ അധ്യായം പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്രിദൂ വയഖൂലൂ സിഹ്റുൻ മുസ്തമിർ വകذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداعي إلى شيء نكر
خش عن أبصارهم يخرجون من الأجداث كأنهم جراد منتشر مهطعين إلى الداع يقول الكافرون هذا يوم عسر كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت عاد فكيف كان عذابي ونذر إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر ألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاطى فعقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كحشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر كذبت قوم لوط بالنذر إنا أرسلنا عليهم حاصبا إلا آل لوط نجيناهم بسحر
نعمة من عندنا كذلك نجزي من شكر ولقد أنذرهم بطشتنا فتماروا بالنذر ولقد راودوه عن ضيفه فطمسنا أعينهم فذوقوا عذابي ونذر ولقد صبحهم بكرة عذاب مستقر فذوقوا عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر ولقد جاء آل فرعون النذر كذبوا بآياتنا كلها فأخذناهم أخذ عزيز مقتدر أكفاركم خير من أولئكم أم لكم براءة في الزبر أم يقولون نحن جميع منتصر سيهزم الجمع ويولون الدبر بل الساعة موعدهم والساعة أدهى وأمر إن المجرمين في ضلال وسعر يوم يسحبون في النار على وجوههم ذوقوا مس سقر إنا كل شيء خلقناه بقدر وما أمرنا إلا واحدة كلمح بالبصر ولقد أهلكنا أشياعكم فهل من مدكر وكل شيء فعلوه في الزبر وكل صغير وكبير مستطر إن المتقين في جنات ونهر في مقعد صدق عند مليك മുഖ്തദിർ. സഹോദരങ്ങളെ സഹോദരികളെ, അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 4 തവണ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ചോദിക്കുന്നിടത്ത്, അഥവാ ഈ വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു പഠിക്കുവാൻ, അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, എന്നിട്ടും ആരുണ്ട് അത് ആലോചിക്കുവാൻ, മനസ്സിലാക്കുവാൻ എന്ന് ചോദിക്കുന്ന 4 ഇടങ്ങളിലും ഓരോ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. 18-ാം വചനത്തിൽ ആദ് സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീടങ്ങ് പോന്നിട്ട് അല്ലാഹു 22-ാം വചനത്തിലും ആവർത്തിച്ച് 23-ാം വചനത്തിൽ സമൂദ് ഗോത്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്നിങ്ങ് പോന്നിട്ട് 32-ാം വചനത്തിൽ ഖുർആനിനെ ഓർമ്മപ്പെടുത്തിയിട്ട് ഖൗമു ലൂത്തിന് കൊടുത്ത നുദുർ താക്കീതുകളെ കുറിച്ചും അവരുടെ ശിക്ഷയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 40-ാം വചനത്തിൽ 4-ാമത് വട്ടവും ഉറ്റാലോചിക്കുന്നവരാരുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ എന്ന് ചോദിച്ചിട്ട് ആലു ഫിർഔനെയും തൻ്റെ സമൂഹത്തെയും അവർക്ക് നേരിടേണ്ടി വന്ന ശിക്ഷയെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, സൂറത്തുൽ ഖമറിലെ വിഷയങ്ങളെ പ്രതിപാദിച്ചതിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് എന്ന്, പഴയ സമൂഹങ്ങളെക്കുറിച്ച്.
അവരുടെ ധിക്കാര നിഷേധത്തെക്കുറിച്ച്, അവർക്ക് ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന അദാബു ദുനിയ, ദുനിയാവിൽ വെച്ചുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നത് ഏറെ പ്രസക്തമാണ്, ചിന്തനീയമാണ്. പ്രവാചകന്റെ മുമ്പിലുള്ള സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, എന്നെയും നിങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അത് അകുഫാറുക്കും ഖൈറും മിൻ ഉലൈകും അം ലകും ബറാഅതുൻ ഫിസ്സുബുർ. 43-ാമത്തെ വചനത്തിലാണ് ഈ ഒരു ചോദ്യമുള്ളത്. എന്താണ് ചോദ്യം? ഹേ അറബികളെ, നിങ്ങളുടെ കൂട്ടത്തിലെ സത്യനിഷേധികൾ അവരെക്കാളൊക്കെ ഉത്തമന്മാരാണോ? അതല്ല വേദപ്രമാണങ്ങളിൽ നിങ്ങൾക്ക് വല്ല ഒഴിവുമുണ്ടോ? ഈ മുൻകഴിഞ്ഞ സമൂഹത്തെക്കുറിച്ച് നിഷേധികളായ കുഫാറുകളായ ആളുകൾ അനുഭവിക്കേണ്ട ശിക്ഷയെയൊക്കെ പറഞ്ഞിട്ട് പറയാ, ഇവരെ പോലെ നിങ്ങൾക്കും ശിക്ഷയുണ്ടാകും. ഇനി അതോ ഇവരെക്കാളൊക്കെ ഉത്തമരായ ആളുകളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഇവിടെയുള്ള ശിക്ഷയെ ഭയപ്പെടേണ്ടതില്ലെന്നാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവ് മുൻ വേദങ്ങളിൽ തന്നിട്ടുണ്ടോ? അം ലക്കും ബറാഅത്തുൻ ഫിസ്സുബുർ എന്ന് ചോദിക്കുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാ സംഘവും തോൽപ്പിക്കപ്പെടുന്നത് തന്നെയാണ് എന്ന്. മുജ്രിമീങ്ങളായ ആളുകൾ, അവർക്ക് തീർച്ചയായും പ്രയാസമുണ്ടാകും. അന്ത്യദിനം എന്നത് അദ്ഹ ആണ്, അമർ ആണ് എന്ന് പറയണു. നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടി ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അന്ത്യദിനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അത് അദ്ഹ വ അമർ, ആ അന്ത്യസമയം ഏറ്റവും ആപ്പൽക്കരവും അത്യന്തം കൈപ്പേറിയതുമായിരിക്കും എന്ന്. അവിടെയൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഖുർആനിലെ പലയിടങ്ങളിലായിട്ട്, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം പെയ്തിറങ്ങുമെന്ന്, അവർക്ക് ഒഴിവുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നാലും അന്ത്യദിനത്തിന്റെ പ്രയാസങ്ങളെ നേരിടേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു അവിടെ നമുക്കെല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. മുഖം നിലത്ത് കുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. അങ്ങനെ പറയപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരായ ആളുകളിൽ പെട്ടുപോകാതെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും ഭാഗ്യവാന്മാരായ, അവസാനം ഇവിടെ സൂചിപ്പിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷം നൽകപ്പെടുന്ന ആളുകളിൽ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹരിൻ, തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിച്ച ആളുകൾ ഉദ്യാനങ്ങളിലായിരിക്കും, അരുവികളിലായിരിക്കും എന്ന്. ആ ഉദ്യാനങ്ങളിലും അരുവികളിലും പ്രവേശിക്കുവാനും സുഖം കൊള്ളുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ചെറുതും വലുതും രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് തൊട്ടുമുകളിൽ പറഞ്ഞത് നോക്കൂ. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തത്തർ, ഏത് ചെറിയ കാര്യവും വലിയ കാര്യവും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന എല്ലാം രേഖകളിലുണ്ട് എന്ന് 52-ാമത്തെ വചനത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ ശക്തനായ രാജാവിന്റെ അടുക്കലെത്തുന്ന സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപം പൊറുക്കുന്ന പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം ബർസഖിയായ ജീവിതത്തിൽ നൽകി അവരെയും നമ്മയും സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബെ, പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന, കലിമ ചൊല്ലി ഇഹലോകത്തോട് വിട പറയാൻ കഴിയുന്ന അതിഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനായ റബ്ബെ. ഞങ്ങളുടെ സന്താനങ്ങളെ നിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന, വിശുദ്ധ ഖുർആൻ പ്രഭാത പ്രദോഷങ്ങളിൽ പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന, മനപാഠമാക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന, അതിനെതിരാകാതെ ജീവിക്കുന്ന വഹീദുകളായ, തൗഹീദുള്ള, ശിർക്ക് ചെയ്യാത്ത, കുഫർ കാണിക്കാത്ത, ബിദ്അത്തുകൾ ചെയ്യാത്ത ആളുകളായി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ മുസ്തഫ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.